വിശ്വാസ സഹസ്രങ്ങൾക്ക് നേർച്ച സദ്യ നൽകാൻ കോതമംഗലം ചെറിയ പള്ളിയിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കലവറ നിറയ്ക്കൽ ചടങ്ങിന് ഭക്തിസാന്ദ്രമായ തുടക്കം. നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന എൽദോമാർ ബെസോലിയോസ് ബാവായുടെ 340ാമത് ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി എത്തിച്ചേരുന്ന മുഴുവൻ വിശ്വാസികൾക്കും നേർച്ച സദ്യ ഒരുക്കുന്നതിനാവശ്യമായ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, അരി, പലവ്യഞ്ജനം എന്നിവ ശേഖരിക്കുന്ന കലവറ നിറയ്ക്കൽ ചടങ്ങ് ആരംഭിച്ചു. മാത്യൂസ് മോർ അന്തിമോസ് മെത്രാപ്പോലിത്ത ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. വിദേശത്തെ നാനാജാതി മതസ്ഥരായവർ ഒന്നിച്ചു ചേർന്ന് നടത്തുന്നതായ വലിയ ആത്മീയമായ ഒരു കൂടിയാകുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ വലിയ മഹത്വ സൃഷ്ടിക്കുന്നതിൽ കഴിഞ്ഞാൽ നാം എല്ലാവരും ഒരു കുടുംബത്തിന്റെ അംഗങ്ങളാവുന്നുള്ള വലിയ തത്വമാണ്. ആ തത്വം അനുസരിച്ചെല്ലാം അതുവരെ സ്വീകരിക്കുന്നതായ വലിയ കാഴ്ചപ്പാട് വിദേശത്തുള്ള ഭരണകർത്താക്കൾ ആദിമകാലം മുതൽ പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ എല്ലാ മതസ്ഥർക്കും ജീവിക്കാവുന്ന വലിയ ഒരു അനുഗ്രഹവും ഭാഗ്യമുണ്ടായിരുന്നു. കന്നി 20 വിളവെടുപ്പിന്റെ പെരുന്നാളായിട്ട് പണ്ട് കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നു. ഇതിന്റെ ഓർമ്മയായിട്ട് നാനാജാതി മതസ്ഥരായ ആളുകൾ വഴിപാടായി ഫലമൂലാദികൾ ഈ ദിവസങ്ങളിൽ സമർപ്പിച്ചു വരുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട്. മേഖല മെത്രാപ്പോലിത്ത അഭിവന്യ ഏലിയാസ് മോർ യൂലിയോസ്, വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകുടി, സഹവികാരിമാരായ ഫാദർ സാജു കുരിക്കപ്പള്ളിയിൽ, ഫാദർ എൽദോസ് ചെങ്ങമനാട്ട്, ഫാദർ അമൽ കുഴിക്കണ്ടത്തിൽ, ഫാദർ നിയോൺ പൗലോസ്, ഫാദർ സിച്ചു രാജു, ട്രസ്റ്റിമാരായ കെ ജോസഫ്, എബി ചെലാട്ട്, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പെരുന്നാളിന് നേതൃത്വം നൽകുന്നു. തീർത്ഥാടകർക്കെല്ലാം ഭക്ഷണം നൽകി വരുന്നു. എല്ലാവരുടെയും ഒരു ഓഹരിയും പങ്കാളിത്തം എന്നുള്ള നിലയിലും പെരുന്നാളുകൾക്ക് വിശുദ്ധന്മാരുടെ നടയില് ആര്യഫലങ്ങള് ഒക്കെ സമർപ്പിക്കുന്ന രീതിയുമുണ്ട്. അപ്രകാരമെല്ലാം ഒരു വഴിപാട് അർപ്പണത്തിന്റെ ഒരവസരമാണ് ഇത്. ഇതിലേക്കായിട്ട് വന്നിരിക്കുന്നതായ മീഡിയ സൃഷ്ടി, കോതമംഗലം.